ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കുമ്പോൾ നല്ലവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ഈ ദിനം നമുക്കായിരിക്കാം. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന് നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. വംശത്തെ മുഴുവനും കൊന്നുമുടിക്കുവാൻ രാജകൽപ്പന പുറപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നിയമപ്രകാരമല്ലെങ്കിലും രാജധാനിയിലേക്ക് കടന്നു വന്ന എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും ചെയ്യുന്ന എന്നോടും നിന്നോടും കൃപ കാണിക്കുന്ന ഒരു ദൈവം നിശ്ചയമായും ലജ്ജിപ്പിക്കാതെ ജയോത്സവമായി നടത്തുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രതീക്ഷയോടെ ഏൽപ്പിക്കട്ടെ. ഒരു മറുഭാഗത്ത് വലിയ പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ അതിന്റെ നടുവിലെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന എസ്തേറിനു വേണ്ടി നീതിയുടെ പൊൻചെങ്കോൽ ചീട്ടപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാം, ആ അങ്ങനെ കരുണ കാട്ടുന്ന ഒരു രാജാവാണ് ഈ ഭൂമിയിൽ ഉള്ളതെങ്കിൽ. എന്നാൽ അതിനേക്കാൾ വലിയവനായ ഒരു രാജാവിന്റെ ദയയും കരുണയും അനുഭവിപ്പാൻ ഈ പകൽക്കാലം ഒരു പ്രത്യാശയോടെ പറയണം. ആ രാജാവ് എനിക്ക് വേണ്ടി തന്റെ കരങ്ങൾ നീട്ടും. തന്നെ ആ അധികാരത്തിന്റെ വടി നീട്ടി എസ്തേറിനെ മാനിച്ചുവെങ്കിൽ എന്റെ മക്കളായിരിക്കും നമ്മയും മാനിപ്പാൻ പ്രാപ്തനായിരിക്കുന്ന ആ വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രത്യാശയോടെ ഈ ദിനം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവം നമ്മെ ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.